ഇമാമും ജമാഅത്തുമായി നമസ്കാരം നിർവഹിക്കുന്ന വേളയിലുള്ള പല മസ്അലകളും വിവിധ സന്ദർഭങ്ങളിലൂടെയായി നമ്മൾ മനസ്സിലാക്കിയവരാണ്. എപ്പോഴും ഇമാമിനെ തുടരുന്ന മഅ്മൂം ആ ഇമാമിനെ ഫോളോ ചെയ്യുവാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു പൊതു തത്വമാണ്. കാരണം ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പിന്തുടരപ്പെടുവാൻ വേണ്ടിയാണ്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരപ്പെടുവാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മഅ്മൂമുകൾക്കുണ്ടാകുന്ന 4 രൂപത്തിലുള്ള അവസ്ഥകളുണ്ട് ഇമാമിൻ്റെ കൂടെ. ചില ആളുകൾ ഇമാമിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ ചെയ്യും, ഇമാമിനെ മുൻകടക്കും. മറ്റു ചില ആളുകൾ വളരെ പിറകിലാവും, ഇമാമിൻ്റെ ഒപ്പമെത്താനാവാതെ വളരെ പിന്തുന്നൊരവസ്ഥയുണ്ടാകും. വേറെ ചിലർ ഒരുമിച്ച് ചെയ്യും, ഇമാമിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്യും. വേറെ ചിലർ ഇമാം ചെയ്ത് ഉടനെ തന്നെ ചെയ്യുന്ന, ഇമാമിനെ ഫോളോ ചെയ്യുന്ന, പിന്തുടരുന്ന രീതി. ഇങ്ങനെ 4 ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിൽ ഒന്നാമത്തതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പൊരിക്കൽ ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഇമാമിനെ മുൻകടക്കുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്, നിഷിദ്ധമാണ്, അത് ചെയ്യരുത് എന്ന്. കാരണം ഹദീസുകളിൽ വ്യക്തമാണ്, ഇദാ കബ്ബറൽ ഇമാമു ഫകബ്ബിറു. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാലാണ് നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കേണ്ടത് എന്ന്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചില ആളുകളൊക്കെ ഇമാം ഇങ്ങനെ കൈപൊക്കി, ഇഖാമത്ത് കഴിഞ്ഞ് ഇമാം കൈപൊക്കി അല്ലാഹു എന്ന് പറയുമ്പോഴേക്ക് അല്ലാഹു അക്ബർ എന്ന് പുറത്തുനിന്ന് കെട്ടിയിട്ടുണ്ടാവും. അവന്റെ നമസ്കാരം ബാത്തിലാകും. കാരണം ഇമാം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചിട്ടില്ല, ഒരുങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ റുക്കൂയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് മഅ്മൂം പോയിട്ടുണ്ടാവും. സമീഅല്ലാഹ് കേൾക്കുമ്പോഴേക്ക് മഅ്മൂം ഉയർന്നിട്ടുണ്ടാവും. സുജൂദിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് മൂപ്പര് പോയി സുജൂദിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ മുൻകടന്നാലുള്ള ഗൗരവം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപകടകരമാണ്, വലിയ തെറ്റാണത് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് കൂടി, അത് അന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു ഹദീസ് കൂടി ഇതിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇമാം റുക്കൂഴ് ചെയ്യുന്നത് വരെ നിങ്ങൾ റുക്കൂഴ് ചെയ്യരുത്, ഇമാം സുജൂദ് ചെയ്യുവോളം നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരൊക്കെ അള്ളാഹിന്റെ റസൂല് നെറ്റിത്തടം നിലത്തങ്ങ് വെച്ചതായി കണ്ടാലേ ഇവിടെ നിന്നവർ സുജൂദിലേക്ക് കുനിയാറുള്ളൂ എന്ന്, മുതുക് വളക്കാറുള്ളൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അമാ യഖ്ശല്ലദീ യർഫഉ റഅസഹു ഖബലൽ ഇമാമി അൻ യുഹവ്വിലല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ ഔ യജ്അല സൂറതഹു സൂറത ഹിമാർ. ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണിത്. അവിടുത്തെ ഗൗരവം പറയാണ് അല്ലാഹുവിന്റെ റസൂല്. അമാ യഖ്ശ, ഭയപ്പെടുന്നില്ലയോ, ആര്? അല്ലദീ യർഫഉ റഅസഹു ഖബലൽ ഇമാമി, ഇമാമിനേക്കാൾ മുമ്പ് തന്നെ തല ഉയർത്തുന്നവൻ, റുക്കൂഇന്നും സുജൂദിന്നൊക്കെ തല ഉയർത്തുന്ന ആളുകള്, ഇമാമ് പൊങ്ങിയിട്ടില്ല അതിന്റെ മുമ്പേ ധൃതിപ്പെടുന്നവർ, അവര് ഭയപ്പെടുന്നില്ലേ? അൻ യുഹവ്വിലല്ലാഹു റഅസഹു റഅസ ഹിമാർ, അവന്റെ തല അല്ലാഹു കഴുതത്തലയാക്കി മാറ്റിമറിക്കുന്നതിൽ നിന്നവന് ഭയമില്ലേ? അവന്റെ തല കഴുതയുടെ തലയാക്കുന്നത്, ഔ യജഅല സൂറതഹു സൂറത ഹിമാരിൻ, അല്ലെങ്കിൽ അവന്റെ രൂപം തന്നെയും കഴുതയുടെ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിനെ അവൻ ഭയപ്പെടുന്നില്ലയോ? വളരെ ഗൗരവത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. കഴുതത്തലയാകുന്നത് അല്ലെങ്കിൽ കഴുതയുടെ രൂപത്തേക്ക് രൂപമാറ്റം സംഭവിക്കുന്നതിനെ കുറിച്ച് മനുഷ്യൻ പേടിക്കുന്നില്ലയോ എന്നാണ്. അപ്പൊ എത്ര ഗൗരവമാണ് ആ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇമാമിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? മുന്തി ഒരു കാര്യം ചെയ്യരുത്. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും മഅ്മൂമുകൾ ഇമാമിനെ മുൻകടക്കാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, പല ഇമാമുകളും അവരുടെ നമസ്കാരത്തിൽ നിന്ന്, ഉദാഹരണമായി സുജൂദ്, രണ്ടാമത്തെ സുജൂദിൽ നിന്നൊക്കെ ഉയരുന്ന വേളയിൽ സുജൂദിൽ നിന്നവർ നെറ്റി ഉയർത്തിയ ഉടൻ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയാൻ തുടങ്ങും.
അപ്പോഴേക്ക് ബാക്കിൽ ഉള്ള ദൂരെയൊക്കെയുള്ള ആളുകൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവർ നൃത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഇമാമുകൾ അത് ശ്രദ്ധിക്കണം. തങ്ങളുടെ ബാക്കിൽ തങ്ങളുടേതായ ശബ്ദം, തക്ബീറത്തുൽ ഇഹ്റാമും അതേപോലെ തന്നെ അതുപോലെയുള്ള തക്ബീറുകളും ഒക്കെ കേൾക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകുന്ന വിധത്തിൽ പെട്ടെന്ന് അവർ തക്ബീറുകൾ ആരംഭിക്കരുത്. ആളുകൾ ഒന്ന് സമയം അവർക്ക് കൊടുക്കുന്ന വിധത്തിൽ അല്പമൊന്ന് പിന്തിക്കൊണ്ടായിരിക്കണം നമ്മൾ തക്ബീർ വിളിച്ചു പറയേണ്ടത്. അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ആ ഇമാം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലക്ക് പെട്ടെന്ന് അവർ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഇമാമിൻ്റെ മുമ്പിൽ തന്നെ മുൻകടന്ന് അവർ നിർവഹിക്കുന്ന ഒരു രീതി വരും. ഇത് ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. അതേപോലെ തന്നെയാണ് മറ്റേ കേസും. രണ്ടാമത്തത്, പിന്താനും പാടില്ല, ഇമാമിൻ്റെ ഒപ്പാണ് വേണ്ടത്. അപ്പൊ ഇവിടെ പിന്തുമ്പോൾ ഒരു കാരണത്താലാണ് ചിലപ്പോൾ ആളുകൾ പിന്തുന്നതെങ്കിൽ അവൻ അങ്ങനെ റക്അത്ത് നഷ്ടപ്പെട്ടാൽ അവൻ ആ റക്അത്ത് വീണ്ടെടുക്കുക താല്പര്യം, നിസ്കാരം ബാത്തിലാവൂല. കാരണമുണ്ടെങ്കിൽ, ചില കാരണങ്ങളാൽ ചിലപ്പോൾ അങ്ങനെ ഇമാമിനെ ഫോളോ ചെയ്യാൻ കഴിയാതെ വരും. ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പൊ ഉദാഹരണം, ഇമാം ഒരു റൂമിലാണ്, മഅ്മൂമീങ്ങൾ വേറെ റൂമിലാണ്, അല്ലെങ്കിൽ മുകൾ തട്ടിലാണ്, അല്ലെങ്കിൽ താഴെ തട്ടിലാണ്. പിന്നെ ഉറക്ക ഓരുന്ന നമസ്കാരമാണ്. നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കെ ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ റക്അത്ത് ആകുമ്പോൾ കറണ്ട് അങ്ങ് പോയി. ഇമാം അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതൊക്കെ ഓർമ്മയുണ്ട്, പിന്നെ ഫാത്തിഹയും കേൾക്കുന്നില്ല, റുക്കൂഴ് കേട്ടില്ല, സുജൂദൊന്നും കേട്ടില്ല, പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിന്നെ ഫാത്തിഹയാണ്, പിന്നീട് ഫാത്തിഹ പാരായണം ചെയ്യുന്നതാ കേൾക്കുന്നത് കുറേ കഴിഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവിച്ചത്? ഇമാമിനോടൊപ്പം ഇദ്ദേഹം ഇവിടെ രണ്ടാമത്തെ റക്അത്തിൽ നിൽക്കുകയാണ്, പക്ഷേ ഇമാം പിന്നെ ഒന്നാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ റക്അത്തിലൊക്കെ നിൽക്കുകയാണ്. ഇമാം ഇവിടെ നാലാമത്തെ റക്അത്തിലേക്ക് ഒരു റക്അത്ത് പിന്തിയിട്ടുണ്ട്, തിരിച്ചെത്തിയിരിക്കുന്നു. അത്തരം ഘട്ടങ്ങളിൽ പിന്നെ ഇനി ഇദ്ദേഹത്തിന് ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കരുത്. ഇമാമിന്റെ കൂടെ കിട്ടിയത് ആ ഒരു റക്അത്ത് പോയി എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇമാമിന്റെ കൂടെ പിന്നെ റുക്കൂഴുകൾ കിട്ടിയില്ല, റുക്കൂഴ് കിട്ടാതെ നേരെ സുജൂദിലേക്ക് പോയി, അല്ലെങ്കിൽ സുജൂദ് കിട്ടിയില്ല. അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ ആ ഒരു റക്അത്താണ് നഷ്ടപ്പെട്ടതായി മഅ്മൂം പരിഗണിച്ച് ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ നമസ്കാരം ഒരു റക്അത്ത് വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് ഒരു കാരണത്താൽ സംഭവിച്ചതാണ്, മനഃപൂർവ്വമല്ല. മനഃപൂർവ്വം ചെയ്ത അവന്റെ നിസ്കാരം തന്നെ ബാത്തിലായി. മനഃപൂർവ്വമല്ല, കാരണത്താൽ സംഭവിച്ചതാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ പിന്തിയതിന് കാരണമുണ്ട്, ഒരു നിസ്കാരം ബാത്തിലാവൂല. അപ്പൊ നമസ്കാരത്തിൽ നിന്ന് ഇമാം സലാം വീട്ടിയാൽ അവന് നഷ്ടപ്പെട്ട റക്അത്ത് അവൻ വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതേ അവസരത്തിൽ ഇമാമിന്റെ കൂടെ ഒരു ഫർള് നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരല്പം പിന്തി, അല്ലെങ്കിൽ ഒരു പിന്നെ ഫർള് കൊണ്ട് പിന്തി. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇമാം റുക്കൂഴ് ചെയ്തു, മഅ്മൂം ഇവിടെ പിന്നെ റുക്കൂഴ് ചെയ്തിട്ടില്ല. മഅ്മൂം ഒന്നോ രണ്ടോ ആയത്ത് ഫാത്തിഹയിൽ ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇമാം റുക്കൂഴ് ചെയ്ത് പെട്ടെന്നാണ് പോകാൻ പറ്റിയില്ല. മഅ്മൂം ഫാത്തിഹ വേഗം പൂർത്തിയാക്കിയിട്ട് റുക്കൂയിലേക്ക് പോയി. കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് ഭംഗൊന്നും വരാനില്ല. അതേ അവസരത്തിൽ ആ വ്യക്തിക്ക് പിന്നെ പ്രത്യേകമായ നിലക്ക് അദ്ദേഹം ആ റുക്കൂഴ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, ആ റുക്കൂഴ് പാരായണം ആ റുക്കൂഴ് അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇദ്ദേഹം ഫാത്തിഹക്ക് അങ്ങനെ പാരായണം ചെയ്യുന്നതാണ്. ഇമാം റുക്കൂഴിൽ നിന്നും കയറി സമീ അല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറഞ്ഞ് എഴുത്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് പോവുകയാണ്. അപ്പോൾ സുജൂദിലേക്ക് പോകാൻ നേരത്താണ് ഇദ്ദേഹം റുക്കൂയിലേക്ക് പോകുന്നതെങ്കിലോ അദ്ദേഹത്തിന് ആ റക്അത്ത് ലഭിക്കുകയില്ല. അവിടെയും അദ്ദേഹത്തിന് ആ റക്അത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് വീണ്ടെടുക്കുക തന്നെ ചെയ്യണം. അത്രയും പിന്തി ഇമാമിന്റെ കൂടെ ഫോളോ ചെയ്യാതെ താമസിച്ച് നിസ്കരിക്കുവാൻ പാടില്ല. അത് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റു ചില ആളുകൾ എന്ത് ചെയ്യും? ഇമാം സുജൂദ് ചെയ്യുന്ന വേളയിൽ ഇമാമിന്റെ സുജൂദിൽ നിന്ന് ഇമാം ഉയർന്നു കഴിഞ്ഞാലും ഇദ്ദേഹം അവിടെ തന്നെ കിടന്നിങ്ങനെ കുറേ പ്രാർത്ഥിക്കും. സുജൂദിൽ കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളിലാണ് നമ്മൾ അങ്ങനെ, നമ്മളൊറ്റക്ക് നമ്മുടെ കൺട്രോളിലുള്ള നിസ്കാരമാണല്ലോ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ. ആ സമയത്താണ് സുജൂദൊക്കെ ദൈർഘ്യമായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇമാമിനെ ഫോളോ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മഅ്മൂം ഇമാമ് സുജൂദിൽ നിന്ന് തല ഉയർത്തി എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളും പെട്ടെന്ന് തല ഉയർത്തുകയാണ് വേണ്ടത്. അവിടെ പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പ്രാർത്ഥനക്കായി അവിടെ കിടക്കരുത്.
കാരണം നമ്മോട് അവിടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നമസ്കാരം ഇമാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇമാമ് സുജൂദിൽ നിന്ന് ഉയർന്നാൽ നമ്മളും സുജൂദിൽ നിന്ന് എന്ത് ചെയ്യണം? ഉയരണം. അതല്ലാതെ കൂടുതൽ ദുആയിരക്കട്ടെ എന്ന് കരുതിയിട്ട് സുജൂദിൽ കിടക്കുകയല്ല വേണ്ടത്. അപ്പൊ ആ നിലക്കൊക്കെ ഇമാമിനോട് നമ്മൾ എന്ത് ചെയ്യരുത്? പിന്തുവാൻ പാടില്ല. അങ്ങനെ മനഃപൂർവ്വം ഒരാൾ പിന്തിച്ച് അങ്ങനെ തന്നെ കിടക്കുകയാണ്, ഇമാമ് സുജൂദിൽ നിന്നൊക്കെ ഉയർന്ന് വീണ്ടും അടുത്ത റക്അത്തിലേക്ക് പോയി അവിടെ ഫാത്തിഹ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്, നമ്മളിപ്പോഴും സുജൂദിൽ തന്നെ കിടക്കുകയാണെങ്കിലൊക്കെ നിസ്കാരം ബാത്തിലാകും. അത്രയും നമ്മൾ ഇമാമുമായിട്ട് പിന്തുന്ന ഒരു ഘട്ടം വരാൻ പാടില്ല. അതാണ് ആ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പിന്നെ ഒരുമിച്ച് ചെയ്യുന്ന രീതി, ഇമാമ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ അങ്ങനെയാണ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയത്തിലായി പോകുന്ന അവസ്ഥ, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഇമാമിനേക്കാണ് മുൻകടക്കാനൊക്കെയാണ് സാധ്യത. ഏറ്റവും സുരക്ഷിതമായ വഴി എന്താണ്? ഇമാമ് ചെയ്തു എന്നുറപ്പ് വന്നതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്ന, അങ്ങനെ പിന്തുടരുന്ന, ഒരല്പമൊന്നിങ്ങനെ പിന്തി സാവകാശത്തിൽ ഇമാമിനെ തുടരുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് ആ വിഷയത്തിലെ ഏറ്റവും പ്രബലമായ, ഏറ്റവും കൂടുതൽ നമുക്ക് സ്വീകാര്യമായ നിലക്ക് നിർവഹിക്കാവുന്ന രീതി. അപ്പൊ ഈ 4 രീതികളിൽ ഈ പറയുന്ന മുതാബഅത്തിന്റെ, ഇമാമ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഉടനെ നമ്മൾ ചെയ്യുന്നു, ഒപ്പം ചെയ്തു എന്നുള്ളതുമല്ല, ഒരുമിച്ചങ്ങനെയാണ് ചെയ്യുക, ശ്വാസമടക്കി പിടിച്ച് മുന്നിലായോ പിന്നിലായോ എന്ന് സംശയിക്കാത്ത നിലക്ക് ഒരുമിച്ചങ്ങനെയാണ് ചെയ്യുന്ന രീതിയേക്കാളും നല്ലത് ഒന്ന് ബേക്കായി ഇമാമ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പദപ്രയോഗങ്ങളുടെ ശൈലി തന്നെയും അതാണ്. ഇദാ റകഅ ഫർകഉ, ഇമാം റുകൂഅ് ചെയ്താൽ നിങ്ങൾ റുകൂഅ് ചെയ്യൂ, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾ സുജൂദ് ചെയ്യൂ. ആ രൂപത്തിലാണ് നമ്മൾ തുടരേണ്ടത്. എന്തായിരുന്നാലും മുന്തിപ്പോകരുത്, അത് വളരെ ഗൗരവമാണ്. പിന്തുമ്പോഴുള്ള അവസ്ഥകളും നമ്മൾ പറഞ്ഞു. ഈ വക കാര്യങ്ങളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിലൂടെയാണ് നമുക്കതിൻ്റെ പുണ്യം നേടിയെടുക്കുവാൻ സാധ്യമാവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ നിലയിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനതകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അള്ളാഹു അവൻ്റെ പ്രത്യേക ഫദ്ല് മുഖേന പുറത്തു തന്ന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.